ഈശോയിൽ എൻ്റെ സ്നേഹമുള്ളവരെ, ഇന്ന് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളാണ്. തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ നാളെ ഞായറാഴ്ചയായതുകൊണ്ട് നാളത്തെ വിശുദ്ധനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളും ഇന്നാണ് കലണ്ടർ പ്രകാരം ആചരിക്കുന്നത്. മുള്ളൂർക്കര ഇടവകയെ സംബന്ധിച്ച് വിശുദ്ധ അന്തോണീസ് ഇടവക മധ്യസ്ഥനായതുകൊണ്ട് ഇന്ന് വിശുദ്ധ അന്തോണീസിനെ സ്മരിക്കുന്നില്ല. നാളെ തന്നെ വിശുദ്ധ അന്തോണീസിനെ സ്മരിച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാമെന്നാണ് കരുതുന്നത്. മാതാവിൻ്റെ വിമലഹൃദയം നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ ലേഖനത്തിലുണ്ട്. അവിടെ പൗലോസ് പറയുന്നു 4-ാം വാക്യത്തിൽ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന്. അത് പരിശുദ്ധ അമ്മ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. തൻ്റെ പുത്രൻ്റെ മാതാവാകാൻ, ഈ ലോകത്തിലെ സഹരക്ഷകയാകാൻ ദൈവം അനാദികാലം മുമ്പേ തിരഞ്ഞെടുത്തവളായിരുന്നു പരിശുദ്ധ അമ്മ. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഗബ്രിയേൽ ദൈവത്തിന് അവളെ മംഗളവാർത്ത അറിയിച്ചപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ആമേൻ പറയുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്, അവിടുത്തെ വിമലഹൃദയം നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതം അത് നിറവേറ്റുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. അനാദികാലം മുമ്പേ നമ്മെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജനകപ്രവാചകൻ പറയുന്നതാണല്ലോ, അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് ക്ഷേമത്തിനുള്ളതാണ്. പക്ഷെ നമുക്കത് ചിലപ്പോൾ വലിയ വേദനയുടെ അനുഭവമായി തോന്നാം, നഷ്ടങ്ങളുടെ അനുഭവമായി തോന്നാം, സഹനങ്ങളുടെ അനുഭവമായി തോന്നാം, പരാജയങ്ങളുടെ അനുഭവമായി തോന്നാം, ഒറ്റപ്പെടലിൻ്റെ അനുഭവമായി തോന്നാം. ഇങ്ങനെ എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിട്ട് തോന്നിയാലും അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആത്യന്തികമായി ഒരു വലിയ നന്മയുണ്ട്. അത് നമ്മുടെയൊക്കെ നിത്യരക്ഷയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാൻ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ തിരുനാൾ ആചരിക്കുന്ന ഈ നല്ല ദിവസം നമുക്ക് ദൈവിക പദ്ധതിക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ നമുക്ക് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ സംബന്ധിക്കാം. ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരിയിലൊക്കെയുള്ള പ്രേരിയ സിസ്റ്റേഴ്സിൻ്റെ അവർ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. അവർ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളിൽ അഭയം കണ്ടെത്തുവാനും അതിന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കാനൊക്കെ അവർക്ക് ലഭിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയിൽ പങ്കുചേരാം. അവർക്കൊന്ന് പ്രത്യേക ഓർമ്മയാചരിക്കുന്ന വ്യക്തികളുടെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ ദൈവങ്ങളും പ്രാർത്ഥന, പ്രത്യേകിച്ച് കൊറോണ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് നിർത്തിക്കൊണ്ടും നമുക്കൊന്ന് ചേർന്ന് ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. രഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ വച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാക്കാതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാക്കാതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞ സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പാപത്തിൻ കടബാധ്യതയും അങ്ങ് കരിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ.
അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരുനിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനങ്ങളുടെ സ്നേഹനായ പരിപാലകൻ, സകല ധർമ്മങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്വം എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹാ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മിൽ ചെറിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിനും വിവേകത്തിനും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച കാരണത്തിനേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവർ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു.
അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളവരെ കഴിഞ്ഞ ദിവസം മരണമൂലം പോയ ബഹുമാനപ്പെട്ട ജോസ് കാച്ചമുഖത്തിന് കൂടി നമുക്ക് ഈ ബലിയിൽ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹം വഴി നമ്മുടെ അതിരൂപതയ്ക്കും നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് എന്ന് പറയുകയും അദ്ദേഹത്തെ അവിടുത്തെ തിരുമുഖ ദർശനത്തിനായി സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ കൃപാസനങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴിയപ്പെടട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതരാമീശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. Amen.
നാഥന്റെയും നാഥനായ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കർമ്മ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാകുന്ന ശുശ്രൂഷകരാകുവാൻ വലിയൊരു പാപികളുമായ ഞങ്ങളുടെ അധികാരത്താൽ യോഗ്യരാക്കി അവൻ അംഗീകാരത്തിന്റെ സ്നേഹത്തോട് കുറച്ച് വിശ്വാസം പരിവർത്തനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂഹാതം സഹവാസവും നീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് പുറത്തുകയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയുള്ള സ്ഥലത്തെയും പരിപോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവർക്ക് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരം മനാഥമാരവനായിരം മോഹനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ ക്രോധന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവരവനുടെ മഹിമകളാൽ. ഉന്നതമേ ധീരോശാന
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ പുൽക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാവരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയും ഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങൾ ഉപകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങൾ സംതരിക്കുകയും പ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടമക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അതിർവ്യാധ്യക്ഷ പിതാവുമായ ഫ്രാൻസിസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മാട്രോണി മെത്രാന് വേണ്ടി, മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മറ്റുള്ള മെത്രാപ്പൊലീത്താമാർക്ക് മെത്രാന്മാർക്ക് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികളായ പ്രേക്ഷകന്മാർ, ഭരണകർത്താക്കൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സമർത്ഥപദാർത്ഥികൾ, വചനപ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീമാരുടെയും രക്തസാക്ഷിയുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി സമർപ്പിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും വിശിഷ്യ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയോസേപ്പ് പിതാവിന്റെയും മാർത്തോമാസ്ലിഹായുടെയും വിശുദ്ധ മനുഷ്യന്റെയും ഭാരതത്തിലുള്ള വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ദൈവദാസന്മാരുടെയും ദൈവദാസികളുടെയും സ്തുതിക്ക് വേണ്ടിയും വിശ്വാസത്തിന് ഞങ്ങളെല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായവർക്ക് വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും വിശിഷ്യായ ദിവസം ഓർമ്മയാചരിക്കുന്ന വ്യക്തിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായി ജോസ് കാർട്ടോളേസിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തുനിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഓൺലൈനിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന മോശമായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നതുമായവർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എല്ലാ സന്യാസികളും
അവിടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരെല്ലാ ദേവാസവും ജീവനക്കാർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നവീകരണത്തിനും വിശുദ്ധീകരണത്തിനു വേണ്ടിയും വിശേഷമായിട്ടും ഉദ്വേഷമുള്ള കുടുംബങ്ങളിൽ അങ്ങനെ ശാന്തിയും സമാധാനം നയിക്കുന്നു ഉണ്ടാകുന്നതിനു വേണ്ടിയും ഉദാശ ജീവിതം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസാന്തരത്തിനു വേണ്ടിയും ഞങ്ങളുടെ എല്ലാ യോജനകൾക്ക് വേണ്ടിയും കോമാരക്കാർക്ക് വേണ്ടിയും ചീത്ത കൂട്ടുകാരുടെയും നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും വഴിക്കുന്ന എല്ലാ യോജനകളുടെയും കോമാരക്കാരുടെയും തിരിച്ചുവരവിനു വേണ്ടിയും തൊഴിലില്ലാതെ എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടിയും വിവാഹപ്രായത്തിനും വിവാഹഭാഗത്തെല്ലാ യുവാക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും സമസ്ത മേഖലകളിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരമില്ലായിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങൾ നയിക്കുന്ന ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയും ഞങ്ങളുടെ നാടിനെ കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടി വിവിധ സഭകളുടെ സമാധാനത്തിന് വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി സമർത്ഥമായ വേണ്ടിയും സകലവിധ വൈശാചിക ബന്ധനങ്ങളും പകർച്ചവ്യാധികളും ഞങ്ങളുടെ നാടിന് സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയും കൊറോണ വൈറസ് ബാധയുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയും ഐസൊലേഷൻ ചികിത്സയിൽ ക്വാറന്റൈനുമായിരിക്കുന്നവർക്ക് വേണ്ടിയും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ നഷ്ടപ്പെട്ട ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഒറ്റപ്പെടുന്നതും ജീവിതം കാശപ്പെടുന്നതായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായി ഒന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ നാടിനുള്ള നേതാക്കളെ എല്ലാ കർഷകർക്കും വേണ്ടി അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഞങ്ങളുടെ പഞ്ചാബുകൾക്ക് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു വിശുദ്ധമായ ബന്ധത്തിന്റെ ഭക്ഷ്യത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. മാതാവായ കന്യാമറിക്കുന്ന നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരെയും പാവന സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം ഞങ്ങളുടെ ശാന്തി സമാധാനം നൽകണമേ. അങ്ങ് മാത്രമേ യഥാർത്ഥതാവായ ദൈവം ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ രക്തസാക്ഷികൾ വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്ര തരുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭ്യസ്ഥാനങ്ങളെ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ച എല്ലാ മനുഷ്യർക്ക് കർത്താവയുടെയും മായ ദാസനം നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തെ കൂടി ഇപ്പോഴത്തെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഗലക്ഷമായി സുവിശേഷപ്പെടാനും സംസ്കാര പ്രധാനത്തെയും മകനെയും ഭയപ്പെടുന്നതും പരിശുദ്ധവും ജീവദായകവും ദൈവമായ രസത്തെ സന്തോഷത്തോടെ നമസ്കരിക്കുകയും സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകടപ്പുറത്തേക്കും പാപമോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശം നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ രക്ഷിക്കുന്ന പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാനങ്ങൾ അടയ്ക്കുന്നു ഇപ്പോഴും നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അയ്യപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Yeah.
കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരൻ, നല്ലവനായ ദൈവമേ, പാപത്തിനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്നവർക്ക് ആവശ്യം ചെയ്യേണ്ട ഭാവം അവിടുത്തെ കാരണത്താൽ നാം സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. മനുഷ്യവർഗത്തിലെ പ്രത്യാശയായി നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആത്മനെതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒന്നിച്ച് നിനക്ക് സ്തോത്രം ആർക്കുകയും ചെയ്യട്ടെ. സകലത്തിലേക്ക് നാമേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതികാരമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നിദാസന്റെയും സ്രഷ്ടാവിന്റെയും സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കടകളും കടകളും
ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസങ്ങളെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോട് ഇതിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവനായ ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയുടെ മോഹനനാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ വിഷയായ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപവും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതിനിധിച്ച് ഞങ്ങൾ പറയുന്നു. സർവ്വത്തിലെയും നാഥായ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിൻ ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു തൃത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹം എന്നെന്നും. വിശുദ്ധീകരണത്തിന് വീടുമേ സ്വസ്തി. ഞാൻ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപരാതെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ ബന്ധമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയതിന്റെ അവരുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ കൊണ്ട് പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലെത്തി സൗഭാഗ്യങ്ങളുമായി തീരട്ടെ. അങ്ങയോട് കൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അന്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ യുക്രാസ്യമേ, വിശുദ്ധ മറിയം ത്രേസ്യായേ, കരുണയുള്ള കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ
കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും വീരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവും നീ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാന്നവരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ ഗുഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ നമ്മുടെ നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാട്ടെ. മഹനീയമായ നിന്റെ കൃപയുടെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസത്തെ ദാസന്റെയും ബലിയും നാഥാ തിരുസന്നിധിയിൽ. ഹൃദയംഗമമാം വിശ്വാസത്തെ ദാസന്റെയും ബലിയും നാഥാ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബരാഹം ഇസാഖ്യാക്കോ മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ. ഹൃദയംഗമമാം വിശ്വാസത്തെ ദാസന്റെയും ബലിയും നാഥാ തിരുസന്നിധിയിൽ. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കലുമാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുനരുയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ഭഗവാനുടെ ജോസ്കാത്തുലയത്തിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘത്തിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷകരായി ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പ്